ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ കോൺകോഡ് എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കോൺകോഡിൽ നമ്മൾ നിലവിൽ 2 ക്ലാസ്സുകളിലായിട്ട് 8 റൂൾസുകൾ പറഞ്ഞു. ഇനി നമ്മൾ ഇന്ന് ബാക്കി പോർഷൻസ് ആണ് പറയാൻ പോകുന്നത്. റൂൾ നമ്പർ 9 ആണ്. അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ട് വേണം ഇത് കാണാൻ. അപ്പോൾ റൂൾ നമ്പർ 9 എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഫ്രേസസുകൾ, അതായത് ഈച്ച് ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, നൺ ഓഫ്, വൺ ഓഫ്, എവരി വൺ ഓഫ്, ദ നമ്പർ ഓഫ് എന്നീ ഫ്രേസസുകൾ വന്നാൽ അതിന് ശേഷം വരുന്ന നൗൺ എപ്പോഴും പ്ലൂറൽ നൗൺസ് ആയിരിക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർബ് സിംഗുലർ വെർബ് ആയിരിക്കും. അതായത് ഇതേ ഫോമാറ്റിൽ മാത്രമേ സെന്റൻസ് എഴുതാൻ പറ്റുള്ളൂ. അതായത് ഈച്ച് ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, നൺ ഓഫ്, വൺ ഓഫ്, എവരി വൺ ഓഫ്, ദ നമ്പർ ഓഫ് പോലുള്ള ഫ്രേസസ് വന്നാൽ അതിനുശേഷം വരുന്ന നൗൺ പ്ലൂറലും അതോടൊപ്പം വരുന്ന വെർബ് സിംഗുലറുമായിരിക്കും. എക്സാമ്പിൾ നോക്കാം. അപ്പോൾ എക്സാമ്പിൾ നോക്കിക്കേ. ദ നമ്പർ ഓഫ് ആപ്പിൾസ് ഈസ് റോട്ടൺ എന്നുള്ളതാണ്. അതായത് ദ നമ്പർ ഓഫ് വന്നിട്ടുണ്ട്. ഓക്കെ, ദ നമ്പർ ഓഫ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? പ്ലൂറൽ നൗൺ ആയിരിക്കണം. ഇവിടുത്തെ നൗൺ ഏതാ? ആപ്പിൾസ്. ഓക്കെ, പ്ലൂറൽ നൗൺ ആണല്ലോ? ആണ്. അതിനുശേഷം വരുന്ന വെർബ് ഏതാണ്? സിംഗുലർ വെർബ് ഈസ്. ശരിയാണല്ലോ? ആണ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേ വൺ ഓഫ് മൈ വന്നിട്ടുണ്ട്. അപ്പോൾ വൺ ഓഫ് മൈ വന്നു കഴിഞ്ഞാൽ വൺ ഓഫ് വന്നിട്ടുണ്ട്. മൈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഏതാണ്? പ്ലൂറൽ ആണ്. അപ്പോൾ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പ്ലൂറൽ. അത് കഴിഞ്ഞ് വരുന്ന വെർബ് ഏതാണ്? ഈസ് എന്ന് പറയുന്നത് സിംഗുലർ വെർബാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഈച്ച് ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, നൺ ഓഫ്, വൺ ഓഫ്, എവരി വൺ ഓഫ്, ദ നമ്പർ ഓഫ് പോലുള്ള ഫ്രേസസ് വന്നാൽ അതിനുശേഷം വരുന്നത് പ്ലൂറൽ നൗണും അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത് സിംഗുലർ വെർബുമായിരിക്കും. അടുത്തത് റൂൾ നമ്പർ 10 ആണ്. റൂൾ നമ്പർ 10 എന്ന് പറയുമ്പം മെനി എ, മെനി ആൻഡ്, മോർ ദാൻ വൺ, ദിസ്, ദാറ്റ് എന്നീ ഫ്രേസസുകൾ വന്നാൽ, ഏതൊക്കെയാണ്? മെനി എ, മെനി ആൻഡ്, മോർ ദാൻ വൺ, ദിസ്, ദാറ്റ് പോലുള്ളത് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്നത് എപ്പോഴും എന്തായിരിക്കും? സിംഗുലർ നൗണും കറസ്പോണ്ടിങ് വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം. മെനി എ സ്റ്റുഡൻറ് ഡസ് നോട്ട് ഹാവ് കമ്പ്യൂട്ടർ എന്നുള്ളതാണ്. അപ്പോൾ മെനി എ വന്നിട്ടുണ്ട്. അപ്പോൾ മെനി എ വരുമ്പോൾ കറസ്പോണ്ടിങ് നൗൺ ഏതാണ് വന്നിരിക്കുന്നത്? സിംഗുലർ നൗൺ ആണ്. സ്റ്റുഡൻറ് എന്ന് പറയുന്നത് സിംഗുലർ നൗൺ ആണ്. അപ്പോൾ ഡസ് എന്ന് പറയുന്നത് സിംഗുലർ വെർബാണ്. ഡൂവിൻ്റെ സിംഗുലർ ഫോം ആണ് ഡസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. മോർ ദാൻ വൺ സ്റ്റുഡൻറ് ഗോസ് ടു സ്കൂൾ ഫ്രം ദിസ് വില്ലേജ് എന്നുള്ളതാണ്. അപ്പോൾ മോർ ദാൻ വൺ എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ മോർ ദാൻ വൺ കഴിഞ്ഞാൽ അതിനുശേഷം വന്നിരിക്കുന്ന സ്റ്റുഡൻറ് എന്നുള്ളതാണ്. അത് സിംഗുലർ നൗൺ ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് വെർബ് ഓൾസോ സിംഗുലർ ആണ്. അതേതാണ്? ഗോസ് എന്നുള്ളതാണ്. അതായത് ഗോയുടെ സിംഗുലർ ഫോം ആണ് ഗോസ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് ആയി. ഓക്കെ, അതാണ് റൂൾ നമ്പർ 10 എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. മെനി എ, മെനി ആൻഡ്, മോർ ദാൻ വൺ, ദിസ്, ദാറ്റ് ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത് സിംഗുലർ നൗണും അതിനുശേഷം വരുന്നത് സിംഗുലർ വെർബും ആയിരിക്കും. അടുത്തത് റൂൾ നമ്പർ 11. അത് ഓർത്ത് വയ്ക്കുക. അതായത് കുറേ വേർഡ്സുകൾ ഓർത്ത് വയ്ക്കുക. ഓരോ വേർഡ്സ് ആയിട്ട് പറയാം. വൺ ഓർ മോർ, വൺ ഓർ ടു, മോർ ദാൻ ടു, എ നമ്പർ ഓഫ്, എ സ്മോൾ നമ്പർ ഓഫ്, എ ലാർജ് നമ്പർ ഓഫ്, എ ഗ്രേറ്റ് നമ്പർ ഓഫ്, എ ഗുഡ് നമ്പർ ഓഫ്, എ ഗുഡ് മെനി, എ ഗ്രേറ്റ് മെനി, ദ മെജോറിറ്റി ഓഫ്, എ മൈനോറിറ്റി ഓഫ്, ബോത്ത്, ഫ്യൂ, സെവറൽ, മെനി, ദീസ്, ദോസ്. ഓക്കെ, ഈ പറയുന്ന ഫ്രേസസ് കഴിഞ്ഞാൽ ഈ ഫ്രേസസിനോടൊപ്പം വരുന്ന നൗണും അതുപോലെ തന്നെ വെർബും പ്ലൂറൽ ആയിരിക്കും. അപ്പോൾ ഈ വേർഡ്സുകൾ, ഈ ഫ്രേസസുകൾ അത് കഴിഞ്ഞിട്ട് വരുന്നത് പ്ലൂറൽ നൗണും അസോസിയേറ്റ് ചെയ്ത് വരുന്നത് പ്ലൂറൽ വെർബുമായിരിക്കും. ഏതൊക്കെയാണ്? വൺ ഓർ മോർ, വൺ ഓർ ടു, മോർ ദാൻ ടു, എ നമ്പർ ഓഫ്, എ സ്മോൾ നമ്പർ ഓഫ്, എ ലാർജ് നമ്പർ ഓഫ്, എ ഗ്രേറ്റ് നമ്പർ ഓഫ്, എ ഗുഡ് നമ്പർ ഓഫ്, എ ഗുഡ് മെനി, എ ഗ്രേറ്റ് മെനി, ദ മെജോറിറ്റി ഓഫ്, എ മൈനോറിറ്റി ഓഫ്, ബോത്ത്, ഫ്യൂ, സെവറൽ, മെനി, ദീസ്, ദോസ് പോലുള്ളത് കഴിഞ്ഞാൽ വരുന്നത് പ്ലൂറൽ നൗൺ ആൻഡ് പ്ലൂറൽ വെർബ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം. ദ മെജോറിറ്റി ഓഫ് ദി വോട്ടേഴ്സ് ഹാവ് ടേൺഡ് വയലന്റ് എന്നുള്ളതാണ്. അതായത് ദ മെജോറിറ്റി ഓഫ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഫ്രേസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് ഏതാണ്? പ്ലൂറൽ നൗൺ ആണ്. പ്ലൂറൽ നൗൺ ഏതാ? ദ വോട്ടേഴ്സ്. വോട്ടേഴ്സ് എന്നുള്ളത് പ്ലൂറൽ നൗൺ ആണ്. അത് കഴിഞ്ഞ് വരുന്നത് പ്ലൂറൽ വെർബ് ഹാവ്. ശരിയാണല്ലോ? പ്ലൂറൽ വെർബും വന്നു. അടുത്ത നോക്കിക്കേ. എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്രോച്ച് ദി പ്രിൻസിപ്പൽ വിത്ത് എ മെമ്മോറാൻഡം എന്നുള്ളതാണ്. അപ്പോൾ നോക്കി, എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്രോച്ച് ദി പ്രിൻസിപ്പൽ വിത്ത് എ മെമ്മോറാൻഡം എന്നുള്ളതാണ്. അപ്പം എ നമ്പർ ഓഫ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വരേണ്ടത് എന്താണ്? പ്ലൂറൽ നൗൺ ആണ്. പ്ലൂറൽ നൗൺ ഏതാ? സ്റ്റുഡൻസ്. ഓക്കെ, ശരിയാണല്ലോ?
ഇനി അത് കഴിഞ്ഞിട്ട് വരേണ്ട എന്താണ്? പ്ലൂറൽ വെർബാണ്. അപ്രോച്ച് ആണ്. അപ്രോച്ചിന്റെ സിംഗുലർ ആണെങ്കിൽ അപ്രോച്ചസ് എന്ന് വരും. ഇവിടെ ഇപ്പം സിംഗുലർ അല്ല വേണ്ടത്, പ്ലൂറൽ ആണ്. സോ അപ്രോച്ച് എന്ന് വരും. അതാണ് എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്രോച്ച് ദി പ്രിൻസിപ്പൽ വിത്ത് എ മെമ്മോറാണ്ടം എന്ന സെന്റൻസ് വന്നത്. അതായത് ഒന്നുകൂടി പറയാം, വൺ ഓർ മോർ, one or two, more than two, a number of, a small number of, a large number of, a great number of, a good number of, a good many, a great many, the majority of, a minority of, both, few, several, many, these, those തുടങ്ങിയ ഫ്രേസസ് വന്നാൽ അതിനോടൊപ്പം വരുന്നത് പ്ലൂറൽ നൗണും അത് കഴിഞ്ഞ് വരുന്നത് പ്ലൂറൽ വെർബുമായിരിക്കും. അതാണ് നമ്മുടെ റൂൾ നമ്പർ 11 എന്ന് പറയുന്നത്. ഇനി റൂൾ നമ്പർ 12 നോക്കാം. റൂൾ നമ്പർ 12 നോക്കി, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, ഗ്രേറ്റ് ഡീൽ ഓഫ്, ഓൾ ഓഫ്, സം ഓഫ്, മോസ്റ്റ് ഓഫ്, ലോട്ട് ഓഫ്. അപ്പൊ ഇതിനകത്തെല്ലാം ഒരു ഓഫ് കിടക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? എ ഗുഡ് ഡീൽ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, ദ ഗ്രേറ്റ് പാർട്ട്, ദ ഗ്രേറ്റസ്റ്റ് പാർട്ട്, സം ഓഫ്, പ്ലെന്റി ഓഫ്, ഓൾ, എനി, ഹാഫ് ഓഫ്, ഫ്രാക്ഷൻ ഓഫ്, എ ലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ് പോലുള്ള വേർഡ്സുകൾ. ഈ വേർഡ്സുകൾ, ഈ ഫ്രേസസ് വന്നാൽ ഇതിനു ശേഷം രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് ഇത്തരത്തിലുള്ള ഫ്രേസസ് കഴിഞ്ഞിട്ട് ഒന്നുകിൽ നമ്മൾ കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസ് വരാം, അതല്ലെങ്കിൽ അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസ് വരാം. അപ്പൊ നോക്കി, ഈ വാക്കുകൾ കഴിഞ്ഞാൽ, ഈ ഫ്രേസസ് കഴിഞ്ഞാൽ ഈ വരുന്നത് കൗണ്ടബിൾ നൗൺസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? പ്ലൂറൽ നൗൺസ് ആയിട്ട് പരിഗണിക്കുകയും തുടർന്ന് വരുന്ന വെർബും പ്ലൂറൽ ആയിരിക്കും. എന്നാൽ ഈ വേർഡ്സുകൾ കഴിഞ്ഞു വരുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ ആ അൺകൗണ്ടബിൾ നൗണിനെ നമ്മൾ സിംഗുലർ നൗൺ ആയി പരിഗണിക്കുകയും തുടർന്ന് വരുന്ന വെർബും സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ വെച്ച് പഠിക്കാം. നോക്കിക്കേ, ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ് ദി ടൈം വാസ് വേസ്റ്റഡ് എന്നുള്ളതാണ്. അപ്പൊ നോക്കി, ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ്, അത് നമ്മുടെ ഫ്രേസ് ആണ്. ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ് നമ്മൾ എടുത്തു. അപ്പൊ ഇനി വരേണ്ടത് എന്താണ്? അടുത്ത് നമ്മൾ നോക്കേണ്ടത് സബ്ജക്റ്റ് ആണ് നോക്കേണ്ടത്. അപ്പൊ സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ നോക്കുന്നു. നൗൺ എന്ന് പറയുന്നത് ടൈം ആണ്, അല്ലെ? ടൈം എന്ന് പറയുന്നത് എന്താണ്? ടൈം എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അൺകൗണ്ടബിൾ നൗൺ ടേക്ക് ആസ് സിംഗുലർ നൗൺ എന്നുള്ളത്. അൺകൗണ്ടബിൾ നൗൺസിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം? ആ ഒരു സിംഗുലർ നൗൺ ആയിട്ട് എടുക്കണം. അപ്പൊ സിംഗുലർ നൗൺ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന വെർബും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. അതുകൊണ്ട് വാസ് വേസ്റ്റഡ് എന്ന് വരുന്നു. ഓക്കെ, ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ് ദി ടൈം വാസ് വേസ്റ്റഡ് എന്നുള്ളതാണ്. അടുത്ത് നോക്കിക്കേ, ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ് ദി ഓറഞ്ചസ് ആർ സോർ എന്നുള്ളത് അതേ എക്സാമ്പിളിൽ ചെറിയ വ്യത്യാസം വരുത്തിയതാണ്. അപ്പൊ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് വന്നത് ഓറഞ്ചസ് എന്നാണ്. ഓക്കെ, ഓറഞ്ചസ് എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ്, അതായത് പ്ലൂറൽ നൗൺ ആണ്. അപ്പൊ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്താണ് വരേണ്ടത്? പ്ലൂറൽ വെർബാണ്, അതായത് ആർ സോർ എന്നാണ് വരേണ്ടത്. മനസ്സിലായോ? ഒന്നുകൂടി പറയാം, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, ഗ്രേറ്റ് ഡീൽ ഓഫ്, ഓൾ ഓഫ്, സം ഓഫ്, മോസ്റ്റ് ഓഫ്, ലോട്ട്സ് ഓഫ് പോലുള്ള ഫ്രേസസ് കഴിഞ്ഞാൽ അതിനോടൊപ്പം വരുന്നത് കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസ് ആണെങ്കിൽ അതിനെ പ്ലൂറൽ നൗൺസ് ആയി പരിഗണിക്കുകയും തൊട്ടടുത്ത് വരുന്നത് പ്ലൂറൽ വെർബും ആയിരിക്കും. എന്നാൽ ഈ ഫ്രേസസ് കഴിഞ്ഞ് വരുന്നത് അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസ് ആണെങ്കിൽ അതിനെ സിംഗുലർ നൗൺസ് ആയി പരിഗണിക്കുകയും തൊട്ടടുത്ത് വരുന്നത് സിംഗുലർ വെർബും ആയിരിക്കും. ഇതാണ് കോൺകോർഡിന്റെ അടുത്ത 4 റൂൾസ് എന്ന് പറയുന്നത്.